ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അലീനയോട് പറയുകയാണ്, നീ ഏതായാലും ഫ്രണ്ടിൽ ഇരുന്നാൽ മതി, അപ്പച്ചൻ പുറകിൽ ഇരുന്നാൽ മതി എന്ന് പറയുകയാണ്. ഇത് കേട്ട് അലീനയാണെങ്കിൽ അതൊന്നും സാരമില്ല, വല്യപ്പച്ചൻ മുമ്പിൽ തന്നെ ഇരുന്നു, ഞാൻ പുറകിൽ ഇരുന്നോളാം. അപ്പോൾ വല്യപ്പച്ചനാണെങ്കിൽ സാരമില്ല മോളെ, മോള് ഫ്രണ്ടിൽ ഇരുന്നോളാനേ, ഞാൻ പുറകിൽ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ എപ്പോഴും കാഴ്ചകളൊക്കെ കാണുന്നല്ലേ, മോളല്ലേ ആദ്യമായിട്ട് കാണാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് മോള് ഫ്രണ്ടിലിരുന്ന അയ്യോ സാരമില്ല വല്യപ്പച്ച എന്നിങ്ങനെ നമ്മുടെ അലീന പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിനിക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം സ്റ്റാലിനി എടുത്ത് വായിക്കും, അലീന നിനക്ക് പറഞ്ഞനുസരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? ഇത് കേട്ട അലീന പേടിച്ചു പോവുക. അപ്പം അലീന നേരെ സ്റ്റാലിൻ്റെ കൂടെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരങ്ങനെ പോവുക. അപ്പോൾ നമ്മുടെ ജോലിക്കാരനോട് ചോദിക്കണം, എങ്ങനെയുണ്ട് കേണൽ സാറിൻ്റെ മോള്? ഓ കിടിലൻ, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ ഈ മറ്റൊരു ജോലിക്കാരനും പറയുക. അങ്ങനെ ഇവർ പോയി തോട്ടത്തിൽ, ഈ എസ്റ്റേറ്റിൻ്റെ അവിടെ തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അലീനയ്ക്ക് ആ കാഴ്ചയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ആ തോട്ടത്തിൻ്റെ അവിടെ നടുക്കെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ സ്റ്റാൻലി അവിടെ എല്ലാം പരിചയപ്പെടുത്തുകയാണ്, ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇതെല്ലാം എൻ്റെയാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ കഷ്ടപ്പാടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതെങ്ങനെയാ സ്വന്തമാവുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ജോലിക്കാരാണല്ലോ, ജോലിക്കാരല്ലേ ഇതെല്ലാം നട്ടുപിടിപ്പിച്ച് അതിനുള്ള വളങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് ഒക്കെ വളർത്തിയത് അത് ജോലിക്കാരല്ലേ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അത് ശരി, എൻ്റെ പൈസ ഞാൻ മേടിച്ചത്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, എന്നിട്ടിപ്പോൾ അതെല്ലാം ജോലിക്കാർക്കായോ? അതല്ല, അതൊക്കെ ശരിയാണ്, സ്വന്തം പൈസയൊക്കെയാണ്. പക്ഷേ ഈ ജോലിക്കാർക്ക് കൂലി കൊടുത്ത് അവിടെ ജോലിക്കെല്ലാം നിർത്തി ഈ തോട്ടങ്ങളെല്ലാം കെയർ ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണല്ലോ ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന മുന്നോട്ട് നടക്കുക ഇതെല്ലാം കാണാൻ വേണ്ടി. അപ്പോൾ സ്റ്റാലിനി ആണെങ്കിൽ അന്തം വിട്ടിങ്ങ് നോക്കി നിൽക്കണം. അപ്പച്ച ഇതെന്താ അപ്പച്ച ഇത്? ഇവൾക്ക് എന്താ നമ്മൾ പറയുന്നൊന്നും മനസ്സിലാവാത്തത്? ഇവൾക്ക് തീരെ ബുദ്ധിയില്ലേ? അപ്പം നമ്മുടെ അപ്പച്ചനാണെങ്കിൽ അതേ ബുദ്ധി കൂടിപ്പോയത് കൊണ്ടാണ്. നീ പറഞ്ഞതും ശരി തന്നെയാണ്, അലീന പറഞ്ഞതും ശരി തന്നെയാണ്. കാരണം നീ കഷ്ടപ്പെട്ട് പൈസ, നിൻ്റെ പൈസ, അതുകൊണ്ട് നീ ഒരു തോട്ടം മേടിച്ചു. പക്ഷേ അവിടെ ജോലി ചെയ്തതും അവർക്ക് കൂലി കൊടുത്തതൊക്കെ ജോലിക്കാരല്ലേ. അപ്പോൾ പിന്നെ അവരെയും കൂടി കണക്ക് കൂട്ടണ്ടേ? അത്രയും മാത്രമേ അലീന പറഞ്ഞുള്ളൂ. ഇതിപ്പോൾ ഒരു നിലയ്ക്ക് പോകുമോ അപ്പച്ച? നീ വാടാ, അവൾ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ, കൂടുതൽ വെറുപ്പിക്കാനായിട്ട് നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചനും അതേപോലെ തന്നെ സ്റ്റാൻലിയും കൂടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അലീന കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അലീന ചോദിക്കുകയാണ്, അല്ല ഇത്രയും റബ്ബറുകളൊക്കെ ഉണ്ട്, അപ്പോൾ കുറേ റബ്ബറും പാലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവില്ലേ? അത് കഴിഞ്ഞപ്പോഴേക്കും അതെ എല്ലാം കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അപ്പോൾ ഏകദേശം നല്ല വരുമാനം കിട്ടുന്നുണ്ടാവുമല്ലോ. നല്ല വരുമാനം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു മാസം എത്ര കിട്ടുമായിരിക്കും? അല്ലെങ്കിൽ വേണ്ട, ഒരു ദിവസം എത്ര കിട്ടുമായിരിക്കും? ഇത് കേട്ട നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ കണക്ക് കൂട്ടിയിട്ട് ഒരു ദിവസം 1,00,000 രൂപ വെച്ച് കിട്ടും എന്ന് പറയണേ. 1,00,000 രൂപയോ? അതെ, 1,00,000 രൂപ വെച്ച് ഒരു ദിവസം കിട്ടും. അപ്പം മാസമാകുമ്പോൾ 30,00,000 രൂപ കിട്ടും അല്ലേ? 30,00,000 രൂപ കിട്ടും. ഒയ്യടാ, ഈ 30,00,000 രൂപ കിട്ടാൻ നേരത്ത് ഇതെല്ലാം എവിടെ കൊണ്ട് വെക്കുന്നു? ഇതെല്ലാം എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പകുതിയോളം തോട്ടത്തിന് വേണ്ടി ഇറക്കും, പിന്നെ ജോലിക്കാരുടെ കൂലി, വളം, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. ഇത് കഴിഞ്ഞപ്പോഴേക്കും അത് ശരി, അപ്പോൾ ഇതിനൊക്കെ വേണ്ടി മാത്രം ഉപകരിക്കുന്നുള്ളോ? ആർക്കും സംഭാവനയൊന്നും കൊടുക്കാറില്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് സംഭാവന കൊടുക്കാറുണ്ട്, അത് പാർട്ടിക്ക്, പള്ളിക്ക്, അമ്പലങ്ങൾക്ക്, അങ്ങനെ കുറേ സംഭാവനകൾ കൊടുക്കാറുണ്ട്. ഇഷ്ടമൊന്നും അല്ല സംഭാവന കൊടുക്കാൻ. പിന്നെ അവർ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ഞാൻ അല്ലറ ചില്ലറ പൈസകളൊക്കെ കൊടുക്കും. അത് ശരി, അപ്പം അല്ലറ ചില്ലറൊക്കെ പൈസ കൊടുക്കുകയുള്ളൂ. ഏകദേശം ഒരു വർഷം ആകുമ്പോഴത്തേക്കും 1 കോടി രൂപയെങ്കിലും ലാഭം കിട്ടാറില്ലേ പപ്പയ്ക്ക്? ഇത് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അതെ എത്രയെത്ര ആൾക്കാരുണ്ട് പട്ടിണി കിടന്ന് വലയുന്ന ആൾക്കാർ, പാവപ്പെട്ട പിള്ളേർ, പഠനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ, രോഗത്താൽ വലയുന്നവർ, അവർക്കൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനൊന്നും എനിക്ക് സമയമില്ല, ഞാൻ അതും തിരക്കി എങ്ങോട്ടും പോകാറുമില്ല, എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് ഞാൻ നോക്കുകയുള്ളൂ. അത് തെറ്റായ കാര്യമല്ലേ? നമ്മൾ അവരുടെ കാര്യം കൂടി നോക്കണ്ടേ? ദൈവം നമുക്ക് ഇത്രയും തരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയും കൂടി ചിലവാക്കണ്ടേ?
ഈ പാവപ്പെട്ട കുട്ടികൾക്കും അനാഥാലയങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ. നീ എന്തിനിപ്പോൾ ഇതിങ്ങനെ പറയുന്നത്? ഞാനേ അനാഥാലയത്തിൽ വളർന്ന കുട്ടിയാണ്. നിർത്ത്, ഈ കാര്യം എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരുന്നത്? ഇതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഇതിനി നേരെ ആവർത്തിക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ സ്റ്റാലിനിക്ക് ദേഷ്യം വരിക. സ്റ്റാലിൻ നേരെ ജീപ്പിൽ കയറിയിരിക്കുക. ജീപ്പിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പപ്പ വല്യപ്പച്ചനാണെങ്കിലും മോളെ കുഴപ്പമൊന്നുമില്ല, സ്റ്റാലിനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അതിന് ഞാൻ അയമാരെ കാര്യമല്ലേ പറഞ്ഞത് അപ്പച്ച, അനാവശ്യമായ കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ മുന്നിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കിനി വണ്ടിയിൽ പോയി കയറാം. ഇനി അതൊന്നും പിടിച്ചുകൊണ്ട് അത് കയറും. അതുകൊണ്ട് നമ്മുടെ സ്റ്റാലിനെയും അതേപോലെ അലീനയും അപ്പച്ചനും കൂടി നേരെ വണ്ടിയിൽ കയറിയ. അപ്പോൾ അലീന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീന പോയി ഇവർ വണ്ടി കൊണ്ട് ഓടിച്ചുകൊണ്ട് പോയി നമ്മുടെ സ്റ്റാലിയുടെ ഓഫീസിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇതാണ് എൻ്റെ എസ്റ്റേറ്റിൻ്റെ ഓഫീസ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. അലീന വരുന്നുണ്ടോ ഓഫീസിലേക്ക്? ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അപ്പച്ചനാണെങ്കിൽ കൊണ്ടുപോ സ്റ്റാൻലി, അവളും കൂടി കാണട്ടെ. എന്ത് കാണാനായിട്ട്? ഓഫീസിനുള്ളിൽ എന്താ കാണാനുള്ളത്? കുറേ പേര് കസാറിലിരുന്ന് ഇങ്ങനെ ഓരോ ജോലികളെല്ലാം ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ കാണാനുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും കാണാനില്ലല്ലോ. ഇത് കേട്ട് നമ്മുടെ അലീനയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? അങ്ങനെ അവിടെ ചെന്ന് എല്ലാവരുടെ മുന്നിൽ നോക്കൂത്തിനെപ്പോലെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, അതിനിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വരുന്നില്ല എന്ന് പറയണം. അപ്പോൾ ഇഷ്ടക്കേടൊന്നുമില്ല, അവിടെ വന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരണ്ട എന്ന്. ശരി, എങ്കിൽ ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിന്നോളാം. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാലി ആണെങ്കിൽ ശരി, ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വായിറങ്ങ്, വാ ഒന്ന് പോയി കാണാം, എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിരിക്കട്ടെ. അപ്പോൾ അപ്പച്ചനാണെങ്കിൽ അതാണ് കറക്റ്റ് സ്റ്റാലി, എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിരിക്കട്ടേന്നേ, വാ ഇറങ്ങുന്നു പറഞ്ഞുകൊണ്ട് ഇവർ മൂന്നുപേരും കൂടി ഇറങ്ങുകയാണ്. അപ്പോൾ അതേ ജോലിക്കാരനെ ഓടി വരികയാണ്. ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുകയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ അലീനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സാർ ഇതാരാണ് സാർ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീനയെ എന്തുറിച്ച് നോക്കുകയാണ്. നമ്മുടെ സ്റ്റാൻലി ഒന്ന് നോക്കിയതിന് ശേഷം ഇതെൻ്റെ മകളാണ് എന്ന് പറയുകയാണ്. അയ്യോ ആണോ സാർ? അയ്യോ സോറി കേട്ടോ, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അലീനയും ഗുഡ് മോർണിംഗ് പറയുകയാണ്. എനിക്ക് കണ്ടുപരിചയമില്ല, ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലേ? ഇല്ല, ഇങ്ങോട്ടൊന്നും വരാറില്ല എന്നും അലീന പറയാം. എങ്കിൽ പിന്നെ വരൂ സാർ എന്നും പറഞ്ഞുകൊണ്ട് സാറെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പച്ചനാണെങ്കിൽ അതെ എല്ലാവരുടെ മുന്നിൽ നല്ല ഗമയ്ക്ക് അങ്ങോട്ട് നിന്നോളണം. എന്താ വല്യപ്പച്ചനെ അങ്ങനെ പറഞ്ഞത്? അല്ല, ആരെങ്കിലും ചോദിക്കുവേ ഇത്രയും നാളെ എവിടെയായിരുന്നു എന്ന്, അപ്പം പറഞ്ഞാൽ മതി പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി, MA BEd BSc അങ്ങനെ എന്താ പറയേ, അതെന്തുവാ? ആർക്കറിയാം. എങ്കിലൊരു കാര്യം ചെയ്യാം വല്യപ്പച്ച, ഞാനേ UK യിലായിരുന്നെന്ന് പറയാം, ഇംഗ്ലണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് ശരി, എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി പോവുകയാണ്. ഇവരെ ക്ഷണിക്കാനായിട്ട് ഒരു പെണ്ണ് വരികയാണ്. വന്നിരിക്കൂ സാർ, മാഡം വന്നിരിക്കും മാഡം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ വേണ്ടത്? ചായ വേണോ കോഫി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും വേണ്ട വല്യപ്പച്ചന് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. ശരി, ഞങ്ങൾക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വല്യപ്പച്ചനാണല്ലേ എങ്ങനെയുണ്ട് സ്റ്റാലിയുടെ ഓഫീസ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് പപ്പയുടെ സ്വന്തം ഓഫീസാണോ? സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓഫീസാണ്. അപ്പോൾ പപ്പയ്ക്ക് കുടുംബസ്വത്തൊന്നും കിട്ടില്ലേ? ഓഹരിയൊന്നും നിങ്ങളാരും കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതെല്ലാം കൊടുത്തതാണ് മോളെ, അതൊക്കെ വിറ്റിട്ടാണല്ലോ ഇങ്ങനെ ഓരോന്നുണ്ടാക്കിയത്. അത് ശരി. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറച്ചിൽ ഇങ്ങനെയാണല്ലോ, എല്ലാം സ്വന്തമായിട്ടുണ്ടാക്കിയെന്ന്. ഇത് കേട്ട വല്യപ്പച്ചനാണെങ്കിൽ പൊട്ടി ഇരുന്ന് ചിരിക്കുകയാണ്. അതേ സ്റ്റാലിൻ്റെ മുന്നിലിരുന്ന് പറയല്ലേ, നീ അവനെ ദേഷ്യം പിടിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ അല്ലേ എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ ഓഫീസിൽ ഇരുന്ന് ഈ ജോലിക്കാരുടെ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കണം, ഒന്നും ഒരു കണക്കുകളൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കരമായിട്ടും അരിശപ്പെട്ടിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഓഫീസിൽ നിന്ന് എല്ലാവരും ഇറങ്ങുക. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തേക്കിന് പോകുമ്പോൾ ഒരു ഡാമിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ ഡാം ഞാൻ അങ്ങോട്ട് മേടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്നും പറയുകയാണ്. ഇത് കേട്ട് അലീന ഞെട്ടിപ്പോണം. എന്താ ഈ ഡാം മേടിക്കാനോ? അതെ. അപ്പോൾ മറ്റുള്ളവർക്കോ? അവർക്കേ ഒരു പൊതു പൈപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇത് ഞാൻ അങ്ങോട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം
ഇത് തോട്ടത്തിലേക്ക് ആവശ്യമുണ്ടല്ലോ, കാരണം വെള്ളത്തിനൊക്കെ ആവശ്യം വരുമ്പോൾ ഇവിടെ നിന്ന് എടുക്കാമല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് തീരെ കൂടെ വിശ്വസിക്കാൻ പറ്റില്ല. ഓഹോ, അപ്പം അത് ശരി, ഇത് ഈ സാധനം ഒരു പൊതുസ്വത്തല്ലേ, അപ്പം പിന്നെ നമുക്ക് ആർക്കും അത് കൈയടക്കി മേടിച്ചെടുക്കാനും പറ്റില്ലല്ലോ, അത് ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ഞാൻ പഞ്ചായത്തിൽ പോയി സാങ്ഷനാക്കി കൊടുത്ത് എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ വല്യപ്പച്ചനാണെങ്കിലും അതെ, ഏത് ഗവൺമെൻറ്റാ മോളെ കൈമടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ വീഴാത്തത്. ഓ അത് ശരി, അപ്പം കൈക്കൂലി കൊടുത്ത് ഇതെല്ലാം മേടിച്ചെടുത്തതാണ് അല്ലേ? ഇതൊക്കെ ശരിയായ ഏർപ്പാടാണോ? ഒരു പക്ഷേ വേനൽക്കാലം വരുമ്പോൾ ഈ ജനങ്ങളെല്ലാം വെള്ളത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടും. അപ്പോൾ നമുക്ക് മാത്രം വെള്ളമുണ്ട്. അതിനിപ്പോൾ നമ്മളെന്തിനാണ് അവരുടെ കാര്യം നോക്കണമല്ലോ. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ വേനൽക്കാലത്തും കൂടി അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടോ ഇല്ലേന്നൊക്കെ നമ്മളും അറിയണമല്ലോ അപ്പച്ച. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് മാത്രം ഉപകാരപ്പെടുന്ന കാര്യമല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി ചോദിക്കുകയാണ്, നീ ഏത് പാർട്ടിയാണ്? നീ പാർട്ടിയിലുള്ള ആളാണല്ലേ, നീ ഏത് പാർട്ടിയിലാ? നിന്റെ നേതാവ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന ചിരിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ നേതാവ് ഓരോരോ നേതാവുള്ളു, അത് യേശുവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ എൻ്റെ യേശു എന്നിങ്ങനെ പറയുമ്പോൾ സ്റ്റാൻലിക്ക് അരിശം വരിക. അപ്പോൾ സ്റ്റാൻലി അവിടെ നിന്ന് ഒറ്റ പോക്കാണ്, വണ്ടി കയറി ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. എൻ്റെ പൊന്നു മോളെ. അപ്പോൾ നമ്മുടെ വല്യപ്പച്ചന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. നീ അവനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇനിയിപ്പോൾ അരിശമൊന്നും രക്ഷയുണ്ടാവില്ല, വാ 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 എന്നും പറഞ്ഞുകൊണ്ട് അലീന കയറുകയാണ്. ഈ സ്റ്റാൻലി ആണെങ്കിൽ ആകെ അരിശം വന്ന് വിറങ്ങലിച്ചങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ പപ്പയുടെ ഒരു ദേഷ്യം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് സങ്കടം തോന്നി. അലീന ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അങ്ങനെ അലീന ഒന്ന് കൂളാക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റാൻലി കയറി പിടിച്ചിരിക്കുക. ആ സമയത്ത് സ്റ്റാൻലിയുടെ കൈ കയറി ഒന്ന് പിടിക്കുക. കൈ കയറി പിടിച്ച് ആ കൈ അങ്ങോട്ട് മാറ്റി അലീനയുടെ കൈകൾക്കുള്ളിൽ പപ്പയുടെ കൈ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി തൻ്റെ കണ്ണിൽ നിന്ന് ആ കണ്ണാടി എടുത്ത് മാറ്റി അലീനയെ ഒന്ന് നോക്കിയിട്ട് പറയാണ്, ഞാൻ ആ ഡാം പിടിച്ചെടുക്കുന്നില്ല, എന്താ പോരെ? ആ ഡാം എല്ലാവർക്കും ഞാൻ വിട്ടുകൊടുത്തേക്കാം, എന്താ അത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുക. അങ്ങനെ അലീന നിറകണ്ണുകളോട് കൂടി തന്നെ നമ്മുടെ സ്റ്റാൻലിയെ നോക്കുകയും ചെയ്യാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റാൻലിയെ മാറ്റി അങ്ങനെ എടുത്തിരിക്കുകയാണ് അലീന. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.